അങ്ങനെ വീടെത്തിയതും അവൾ അമ്മയ്ക്കുള്ള ഡ്രസ്സ് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം കുട്ടികൾക്കുള്ളതും അവൾക്കുള്ളതും രവിക്കുള്ളതും ഒക്കെ റൂമിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം റൂമിലെത്തിയതും അവൾ ഡോർ അടച്ചു. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കണ്ടേ, രവി ചോദിച്ചു. അതൊക്കെ പിന്നെ ഇട്ട് നോക്കാം, എനിക്ക് അത്യാവശ്യമായിട്ട് രവിയേട്ടനോടൊരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് കതക് അടച്ചത്. കുട്ടികൾ വെളിയിൽ കിടന്ന് തിരക്കില്ലേ, നീ പറഞ്ഞിട്ട് വാ. അങ്ങനെ അവൾ കതക് തുറന്ന് കുട്ടികളോട് പറഞ്ഞു, അമ്മയും അച്ഛനും ഇപ്പോൾ വരാം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതിനുശേഷം ഡ്രസ്സൊക്കെ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി കതക് അടച്ചു. പിന്നെ രവിയേട്ടാ, എനിക്ക് എന്തോ ഒരു സംശയം പോലെ, അവരെന്താ ഒരുമാതിരി കുഞ്ഞിനോട് ഭയങ്കര അടുപ്പം കാണിക്കുന്നു, പിന്നെ അവനെ കൊണ്ടുപോയി ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, ഒരു വല്ലാത്ത ഒരു സമീപനം ശ്രദ്ധിച്ചായിരുന്നോ, അവൾ ചോദിച്ചു. ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ലടി, എനിക്ക് എന്തോ പോലെ തോന്നി അവനോടുള്ള അടുപ്പം കണ്ടപ്പോൾ. കാരണം എന്ന് വെച്ചാൽ മുമ്പൊക്കെ നമ്മൾ പോയിട്ടുള്ളതല്ലേ, അപ്പോഴൊക്കെ പിന്നെ അവർ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇച്ചിരി ഇതായിട്ടുള്ള രീതിയിലൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഡ്രസ്സ് എടുത്ത് തരും, എല്ലാം കഴിഞ്ഞിട്ട് അവരവരെ സെക്ഷനിൽ നിൽക്കത്തല്ലേ ഉള്ളൂ. ഇന്ന് പതിവില്ലാതെ ഇങ്ങ് താഴെ ഇറങ്ങി വന്ന് ഞാൻ നമ്മൾ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന്, പിന്നെ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിൻ്റെ കൈ പിടിച്ച് പിന്നെ ഓരോ സെക്ഷനിലും കൊണ്ടുപോയി അവനുള്ള ഡ്രസ്സ് അവർ തന്നെ സെലക്ട് ചെയ്ത് അത് അവർ വെച്ച് നോക്കി. എന്തോ പോലെ തോന്നി ആ സ്ത്രീയുടെ പെരുമാറ്റം, സൗമ്യ പറഞ്ഞു. നീ കാര്യമായിട്ട് എടുക്കണ്ട, എനിക്കെന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മുടെ മോൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത് നമ്മളല്ലേ, അവരാണോ സെലക്ട് ചെയ്യേണ്ടത്? അവരാരാണ് നമ്മുടെ മോൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യുക? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ രണ്ട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ്, പിന്നെയും വിചാരിച്ച് വേണ്ടാന്ന്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സ് പോലും സെലക്ട് ചെയ്യാൻ അവർ എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അവൻ്റെ എല്ലാ ഡ്രസ്സും അവർ തന്നെ സെലക്ട് ചെയ്ത്, കളറും സൈസും എല്ലാം. എനിക്കും അതിനകത്ത് ഒരു റോളും കിട്ടിയില്ല. കാരണം അവൻ്റെ അമ്മയല്ലേ ഞാൻ, അവൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആഗ്രഹമൊക്കെ ആ സ്വന്തം അമ്മയ്ക്കല്ലേ, അല്ലാതെ കടയിൽ നിൽക്കുന്ന അവർക്കാണോ? എനിക്കാണെങ്കിൽ നല്ലോണം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, രണ്ട് പറയായിരുന്നു. അവൾ പറഞ്ഞു, ഫോൺ നമ്പർ നിൻ്റെ കയ്യിൽ ഇല്ലേ? ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അങ്ങ് പോയി. അവൾ പറഞ്ഞു, ഇനി ചെല്ലുമ്പം ഇതേ കണക്ക് കാണിക്കണമെങ്കിൽ ഞാൻ എന്തായാലും കടയിൽ വെച്ച് ഞാൻ എന്തായാലും പറയും, വഴക്ക് പറയും. അവൾ പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെടുക, അവൻ നിൻ്റെ മകനല്ലേ, അവരുടെ മോനൊന്നും അല്ലല്ലോ, പിന്നെ നിനക്കെന്താ? എനിക്ക് എൻ്റെ മകന് അതാണ് എനിക്ക് പ്രശ്നം, എൻ്റെ മകൻ്റെ ഡ്രസ്സ് ഞാനല്ലേ സെലക്ട് ചെയ്യേണ്ടത്, അവർ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്തുവാ? അവൾക്കിനി ഇന്നത്തേക്കായി, രവി പറഞ്ഞു. രവിയേട്ടൻ എന്നിട്ട് അത് കണ്ടുകൊണ്ട് നിന്നല്ലേ? രവിയേട്ടനൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? അവൻ്റെ അമ്മ സെലക്ട് ചെയ്യുമെന്ന് രവിയേട്ടന് പറയാൻ പാടില്ല? നിനക്കൊക്കെ പറയാമായിരുന്നല്ലോ, നിൻ്റെ കൂട്ടുകാരിയില്ലേ, അപ്പം നിനക്ക് പറയാമായിരുന്നല്ലോ ഞാൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിനക്ക് പറയാൻ പറ്റാതെ ഞാനാണോ അവരോട് പറയുന്നത്? അതൊരു പെണ്ണായ അവരോട് നിനക്ക് പറയാമല്ലോ. കാരണം നിൻ്റെ കൂട്ടുകാരിയാണ്, നീ എപ്പോഴും അവരുടെ കാര്യം പറച്ചിലല്ലായിരുന്നു, പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കുന്നത് എന്തിനാ? അവളൊന്നും മിണ്ടിയില്ല, കുറച്ച് നേരം ആലോചിച്ചിരുന്നു. ഓരോ മനുഷ്യന്മാരെ നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ തലയിൽ കയറുമെന്നുള്ളതാണ്. ഒന്ന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴത്തേക്ക് വീട്ടിലുള്ള അംഗങ്ങളുടെ ഡ്രസ്സ് മൊത്തം അവർ സെലക്ട് ചെയ്യാൻ നിൽക്കുന്നു. കാലം പോയ പോക്കേ, അവൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നോ അതിൻ്റെ സത്യം എന്താണെന്നോ അവൾക്ക് അറിയില്ലായിരുന്നു. ഒരു പക്ഷേ അറിയാമായിരുന്നുവെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. എന്നെങ്കിലും സത്യം അറിയുമോ എന്നവന് അവളുടെ ആ ഒരു രീതിയിൽ നിന്ന് പേടി തോന്നി. കാരണം അവൾക്ക് സത്യം ഒന്നും തന്നെ അറിയില്ല. മോനും അവളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നോ, അവൾ അവൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നോ, അവൾ അവനോട് കൂടുതൽ അടുപ്പം കാണിച്ചതിൻ്റെ കാരണം എന്താണെന്നോ ഒന്നും അവൾക്കറിയില്ല. എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ അവളുടെ ഭാഗത്തുനിന്ന് എന്ത് ഉണ്ടാകുമെന്നാണ് രവി ആലോചിച്ചത്. കാരണം ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, എന്നെങ്കിലും രമ്യയുടെ മകനാണ് കുഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് അവന് തോന്നിയത്. കാര്യം ഇത്രയും ഇതായിട്ട് കാണിക്കുന്നവൾ സത്യങ്ങൾ അറിയുമ്പോൾ തകർന്നു പോകും. അവനത് ഓർക്കെ ടെൻഷനായിരുന്നു. ഒരിക്കലും അറിയാൻ പാടില്ല. അവളെയും കുഞ്ഞുങ്ങളെയും എന്നും തനിക്ക് എപ്പോഴും വേണം. അവളുടെ ആ പെരുമാറ്റത്തിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. ഇനി ഒരവസരം അവൾക്ക് കൊടുക്കാൻ പാടില്ല, രവി മനസ്സിൽ ഓർത്തു. കാരണം കൊടുത്ത അവസരമാണ് അവൾ മിസ്യൂസ് ചെയ്തത്. ഇനി ഒരിക്കലും അവളെ മോനെ കൊണ്ടൊന്ന് കാണിക്കുന്ന പരിപാടിയില്ല. ഇനി അവൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും താങ്കൾ പോയി എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ പോയി എടുക്കും. ഇനി ആ കടയിലോട്ട് പോകുന്ന പരിപാടിയില്ല. കാരണം വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ അവൾ ഇത്രയും ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ ആലോചിച്ച് കൂട്ടുകയോ ചെയ്യുമായിരുന്നോ? നോർമലായിട്ടായിരുന്നു ഇടപെട്ടിരുന്നെങ്കിൽ താൻ എന്തെല്ലാം ക്ലാസ്സുകൾ കൊടുത്തിട്ടാണ് കുഞ്ഞിനെയും അവളെയും കൊണ്ടുവന്ന് ആ തുണിക്കടയിലേക്ക് പോയത്? എന്നിട്ട് ഇവൾ കാണിച്ച അത്രത്തോളം വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? അവന് നല്ലോണം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലായതുകൊണ്ട് അവന് വിളിച്ച് സംസാരിക്കാനോ ഒന്നിനും പറ്റിയില്ല.
പക്ഷേ നാളെ നേരം വെളുത്ത് ഓഫീസിലെത്തിയതിന് ശേഷം ആദ്യം വിളിക്കുന്ന അവളെ ആയിരിക്കും. അവൾക്ക് നല്ല 2 ഡോസ് കൊടുക്കണം. സ്വന്തം മോനൊക്കെ ശരി തന്നെ, ഒരിക്കൽ പോലും ഒന്ന് കാണാനോ ഒന്ന് അന്വേഷിക്കാനോ വന്നിട്ടില്ല. കുഞ്ഞുനാൾ കളഞ്ഞിട്ട് പോയതാണ്. എന്നിട്ട് തൻ്റെ മനസാക്ഷി സമ്മതിക്കാത്തത് കൊണ്ട് കൊണ്ടുവന്ന് കാണിച്ച്. അപ്പോൾ അവൾക്കൊരു മോൻ സ്നേഹം വന്നേക്കുന്നു. എവിടെ നിന്ന് വന്നു അവൾക്ക് ഇത്രയും നാളില്ലാത്തൊരു സ്നേഹം അങ്ങ് ഓവറായി കാണിക്കുന്നു. എന്തെങ്കിലും ഒരു സംശയം സൗമ്യക്ക് തട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എൻ്റെ മോനെയെന്നോ വല്ലതും വിളിച്ചിരുന്നെങ്കിൽ. എന്തിനു വിളിക്കുന്ന? അതിനെക്കാട്ടിയും വലിയ പ്രകടനമാണല്ലോ അവിടെ കിടന്ന് കാണിച്ചത്. ഇനി ഒരിക്കൽ കൂടി ഇല്ലല്ലേ, ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണ്, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. രവിയേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. അല്ല ഒന്നുമില്ലടി, ഓരോ കാര്യങ്ങൾ, തുണിക്കടയിലെ കാര്യമല്ലേ രവിയേട്ടൻ ആലോചിച്ച്. എനിക്ക് മനസ്സിലായി. അവനൊന്നും മിണ്ടിയില്ല. രവിയേട്ടൻ അത് ആലോചിച്ചപ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? അവൻ അതിനും ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം ദേഷ്യം വരുന്നുണ്ടെന്ന്. അതേ ഫീലിങ്സ് തന്നെയാണ് എനിക്ക്. എത്രയായാലും അവൻ എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്. അവനിൽ അങ്ങനെ ആരും അവകാശം സ്ഥാപിക്കാൻ എനിക്കിഷ്ടമല്ല. അവനെ ഞാനും രവിയേട്ടനും നമ്മുടെ അമ്മയും അവർ മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ സച്ചുമോളും. അല്ലാതെ പുറത്തു നിന്നുള്ള ഒരാളും അവനെ അങ്ങനെ സ്നേഹിക്കാൻ നിൽക്കണ്ട. നീ അത് നിൻ്റെ മോൻ തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചല്ലോ, പിന്നെ നിനക്കെന്താ പ്രശ്നം? എനിക്ക് അതിൻ്റെ ദേഷ്യം മാറുന്നില്ല. നീ സമാധാനപ്പെടും, കൂളായിട്ടിരുന്നേ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം, നമുക്കിനി ആ കടയിലോട്ട് പോകണ്ട. അവൻ പറഞ്ഞു പോവണ്ട, നമുക്കിനി ആ കടയിലോട്ട് പോകണ്ട, അഥവാ പോയാലും കൊച്ചുങ്ങളെ കൊണ്ടുപോകണ്ട. അവൾ ഉറപ്പിച്ചു. പ്രത്യേകിച്ച് മോനെ ഒട്ടും കൊണ്ടുപോകണ്ട. ഓക്കെ, എന്നാൽ കൊണ്ടുപോകണ്ട, നിൻ്റെ മോനല്ലേ, അപ്പം നിനക്ക് തീരുമാനിക്കാൻ കൊണ്ടുപോകണോ വേണ്ടതെന്ന്. കൊണ്ടുപോകണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട. അവന് മനസ്സിലായി ഇതോടെ അവസാനിച്ചു. അവൾ മനസ്സിൽ തീരുമാനിച്ച് കുഞ്ഞിനെ ഇനി ആ കടയിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ തനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം കൊണ്ടുപോകണ്ടെന്ന് വെച്ചാൽ കൊണ്ടുപോകണ്ടെന്ന് തന്നെയാണ്. കാരണം അവൾക്ക് അത്രത്തോളം മനസ്സിൽ ആ പെരുമാറ്റം കൊണ്ടുവന്ന് രവിക്ക് മനസ്സിലായി. അങ്ങനെ കുറേ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം അമ്മ വന്ന് വിളിച്ചുകൂടെ, നിങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ടേ, കൊച്ചുങ്ങൾ തിരക്കുന്നു. അങ്ങനെ കതക് തുറന്നു. അതിനുശേഷം ഡ്രസ്സുകളൊക്കെ വെച്ച് നോക്കി. അവൾക്ക് മോൻ്റെ ഡ്രസ്സുകളോടൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. കാര്യം അതൊന്നും താനല്ല സെലക്ട് ചെയ്തത്. മോൻ എല്ലാം എടുത്ത് വെച്ച് നോക്കിയിട്ട് നല്ല ചേർച്ചയെന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഡ്രസ്സുകളടി, നല്ല കറക്റ്റ് അളവും, അവന് കറക്റ്റാണല്ലോ ഇതൊക്കെ. അത് പറഞ്ഞിട്ട് സൗമ്യയുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതികരണവും ഇല്ലാഞ്ഞപ്പോൾ അമ്മ രവിയെ നോക്കി. രവി കണ്ണ് കാണിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും. അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൻ തന്നെ ഓരോ ഡ്രസ്സുകളും വെച്ച് നോക്കി. അതിനുശേഷം പിന്നെ എല്ലാം മടക്കി വെച്ച്. സൗമ്യയ്ക്കൊരു മൗനം. രവിക്കും മനസ്സിലായി. കുട്ടികളും ചോദിച്ചു, അമ്മ എന്താ മിണ്ടാതിരിക്കുന്നത്? അമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഒന്നുമില്ല മക്കളെ, തലവേദനയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിനുശേഷം അവൾ ആഹാരം വേണ്ട എന്ന് വാശി പിടിച്ചെങ്കിലും രവി സമ്മതിച്ചില്ല. അങ്ങനെ അവൾക്കുള്ള ആഹാരം അമ്മയെ കൊണ്ട് വിളമ്പിച്ച് അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ച് കിടക്കാനായി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.